അപ്പൊ പിന്നെ പലരും പടച്ചവനെ പിന്നെ പല മോഡലുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ താങ്ങി കുടി. അപ്പോഴീ കൈ തന്നെയാണ് പിടിക്കണം. ഇത് താങ്ങൽ മാത്രമേ ആകുന്നുള്ളൂ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. കഴിവിൻ്റെ പരമാവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത, ആ സുന്നത്ത് ജീവിതത്തിൽ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന നേട്ടമെന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടുള്ള ആൾക്കാർ പറയും ഭക്ഷണം കഴിക്കുമ്പോൾ എവിടെ പറ്റരുതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടുന്ന് നിർബന്ധത്തോടുകൂടി ഒരു ഫർളായ കാര്യം പറയുന്നത് പോലെ അല്ലാഹുവിൻ്റെ റസൂൽ അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വലതിനെ മുന്തിക്കണമെന്ന് പ്രവാചകൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ അതിന് നിങ്ങൾ നിസ്സാരമായി കാണരുത്, അതിനെ നിസ്സാരമായി കാണരുത്. മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. അതിൽ വീഴ്ച വരുത്താതിരിക്കാനാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉദാഹരണ സഹിതം നമുക്ക് കാണിച്ചു തരികയാ. മുത്തുനബി അവിടുന്ന് പറയുക മാത്രമല്ല ചെയ്തത്, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നോമ്പ് പിടിക്കണം, ഓരോ കാര്യങ്ങളും പ്രവാചകൻ അവിടുന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തല്ലോ. അതുപോലെ പ്രവാചകൻ തന്റെ 23 വർഷക്കാലം നബുവത്ത് കിട്ടിയതിന് ശേഷമുള്ള 23 വർഷക്കാലം സ്വഹാബത്തിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാ. ഉദാഹരണ സഹിതമായി ഒരുപാട് സംഭവങ്ങൾ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാ. ഓരോന്നായി നമുക്കൊന്ന് പഠിച്ചു നോക്കാം. എവിടെയൊക്കെയാണ് നമ്മൾ വലതിനെ മുന്തിക്കേണ്ടത്? വലത് കൈ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അകല അഹദുകും ഫൽയഅകുൽ ബിയമീനിഹി വഇദാ ശരിബ ഫൽയശ്റബ് ബിയമീനിഹി فإن الشيطان يأكل بشماله ويشرب بشماله. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങളിൽ ഒരാൾ ഭക്ഷിക്കുകയാണെങ്കിൽ തന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ലോകത്തിന്റെ നേതാവ് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, സഹാബ, നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വലത് കൈ കൊണ്ട് കഴിക്കണേ. നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വലത് കൈ കൊണ്ട് കുടിക്കണേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ, അങ്ങനെ വലത് കൈ കൊണ്ട് കഴിക്കാതെയും കുടിക്കാതെയും ഇരിക്കുന്നതിലൂടെ നമുക്ക് സംഭവിക്കുന്ന നഷ്ടമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിശ്ചയം ശൈത്താൻ തന്റെ ഇടത് കൈകൊണ്ടാണ് ഭക്ഷിക്കുകയും ഇടത് കൈകൊണ്ടാണ് കുടിക്കുകയും ചെയ്യുന്നത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നിർത്തിക്കോപ്പ, ഇത് തുറന്നിടൂ. ഒന്നാമത് ജുമായ്ക്ക് തന്നെ ഇതിനകത്ത് കത്തല പഠിച്ചവനെ. സുബ്ഹാനല്ലാഹ്, ഇതൊരു ചൂടായില്ലേപ്പാ. പക്ഷേ അത് അടുത്ത ആഴ്ച മുതൽ ഇതിന് പരിഹാരം കണ്ടെത്തണം കേട്ടോ. കഥ തുറന്നിടാത്ത ഇത്തിരി കാറ്റ് കയറട്ടെപ്പാ. മോനെ അതൊക്കെ തുറന്നിട്ട് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മണ്ണറ മണിയറയാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വലത് കൈകൊണ്ട് വേണം ഭക്ഷിക്കാൻ, വലത് കൈകൊണ്ട് വേണം കുടിക്കാൻ. കാരണം എന്തേ? ഇബിലീസ് ഏത് കൈകൊണ്ടാ കഴിക്കണേ? പറയടോ ചങ്ങാതി, ഇബിലീസ് ഏത് കൈകൊണ്ടാ കഴിക്കണേ? ഇടത് കൈകൊണ്ട്. ഏത് കൈകൊണ്ടാ കുടിക്കണേ? ഇടത്. അതുകൊണ്ട് ആ സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വലത് കൈകൊണ്ട് ഭക്ഷിക്കുന്ന പല മുസ്ലിമീങ്ങളും നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ഇടയിൽ. നമ്മളിപ്പോൾ നോക്കിക്കേ, നമ്മളൊക്കെ വലത് കൈ കൊണ്ടല്ലേ കഴിക്കുക. എന്തപ്പോൾ വെടികൊണ്ടതുപോലെ ഇരിക്കണം. ഒന്നാമത് എനിക്ക് തൊണ്ട വയ്യ, തൊണ്ട വേദനയായിട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ ഇൻഷാ അല്ലാഹ്
ഇപ്പോൾ എല്ലാ പരിപാടിയൊക്കെ തുടങ്ങിയത് കൊണ്ട് കുറേ നാൾ പ്രസംഗിക്കാതിരുന്നിട്ട് പ്രസംഗിക്കുമ്പോൾ പറ്റണില്ല. അള്ളാഹു നമ്മുടെ ശബ്ദം നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശൈത്താനാണ് ഇടത് കൈകൊണ്ട് കഴിക്കുന്നതും കുടിക്കുന്നതും. അതുകൊണ്ട് വലത് കൈകൊണ്ട് ചെയ്യണമെന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ വലത് കൈകൊണ്ടാ തിന്നണം, ഇല്ലേ? അതല്ലേ? എങ്കിലും വലത് കൈകൊണ്ട് കഴിക്കുന്നവർ അവരിൽ പലരും ഇടത് കൈ ഉപയോഗിച്ച് കുടിക്കുന്നവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ശരിയല്ലേ? വലത് കൈകൊണ്ട് നമ്മൾ ചോക്കണ്ണ എന്താ ഇപ്പം ഉണ്ടാകും? ചോക്കണ്ണിലിരിക്കണേ. മോൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. കല്യാണത്തിന് വരാത്തതിൻ്റെ ചൊടിയാണെന്ന് തോന്നുന്നു. നമ്മൾ പരിപാടിയിലല്ലായിരുന്നപ്പാ. കല്യാണത്തിന് പങ്കെടുക്കുമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പങ്കെടുക്കുമായിരുന്നു. കാരണം ഷൗക്കണ്ണൻ്റെ മകൻ്റെ വിവാഹം ഒരിക്കലും മറക്കില്ല. എൻ്റെ വിവാഹ വാർഷികം ഒരേ ദിവസം തന്നെയായിരുന്നു. അൽഹംദുലില്ലാ. അള്ളാഹുരുടെ ജീവിതത്തിൽ വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭാര്യയും ഭർത്താവും ജീവിക്കണമെന്നാണ്. നിക്കാഹ് കഴിഞ്ഞാൽ അവരന്ന് തന്നെ കൂടണമെന്നാണ് നിയമം. ഇനി മോള് വരുന്നത് വരെയൊക്കെ എത്രയും പെട്ടെന്ന് മോളെ വിളിച്ച് വരുത്തിയിട്ട് അവർ ഒരുമിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹുരുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ. അപ്പം നമ്മളിൽ പലരും വലത് കൈകൊണ്ട് കഴിക്കുകയും ഇടത് കൈകൊണ്ട് കുടിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് മറ്റൊരു മനുഷ്യൻ്റെ കഥയല്ല, മുസ്ലിമീങ്ങളുടെ കഥ. വലത് കൈകൊണ്ട് ഭക്ഷിക്കും, ഇടത് കൈകൊണ്ട് കുടിക്കും. അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ചില കാണാറുണ്ട്, നബിയുടെ കൽപ്പനയ്ക്ക് എതിരാണ് ഈ പ്രവർത്തിക്കുന്നത്. വലത് കൈകൊണ്ട് ഭക്ഷിക്കുക, വലത് കൈകൊണ്ട് കുടിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ നമ്മൾ എങ്ങനെ കുടിക്കും? പറയട, എങ്ങനെ കുടിക്കും? എന്തേ വലത് കൈകൊണ്ട് കുടിക്കാൻ പറ്റൂലേ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നു. ഇടയ്ക്ക് വെള്ളം കുടിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ എന്തുകൊണ്ടാണ് ക്ലാസ് ഇങ്ങനെ എടുത്തിട്ട് വെള്ളം കുടിക്കാത്ത? എച്ചില് പറ്റും, അത്ര തന്നെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നുകിൽ അത് ആ ഗ്ലാസിന്റെ മുകളിൽ ഭക്ഷണത്തിന്റെ എച്ചില് പറ്റും, അതല്ലെങ്കിൽ പടച്ചവനെ മറ്റുള്ളവൻ എന്ത് വിചാരിക്കും? അതാ നമ്മുടെ ചിന്ത. നാം ചിന്തിക്കുന്ന അതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തല്ലേ ഇത്? ഒരു നിസ്സാരമാക്കി കളയേണ്ട ഒരു കാര്യമാണോ? ആ ഗ്ലാസിനകത്തൽപ്പം ഭക്ഷണം പറ്റിയാൽ കഴുകിയാൽ അത് വൃത്തിയാകുമല്ലോ. അപ്പൊ വലത് കൈകൊണ്ട് കഴിക്കുന്നവനും ഇടത് കൈകൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്. അപ്പൊ പിന്നെ പലരും പടച്ചവനെ പിന്നെ പല മോഡലുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടത് കൈകൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ താങ്ങി കുടി. അപ്പോഴീ കൈ തന്നെയാണ് പിടിക്കണം. ഇത് താങ്ങല് മാത്രമേ ആകുന്നുള്ളൂ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. കഴിവിൻ്റെ പരമാവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത, ആ സുന്നത്ത് ജീവിതത്തിൽ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന നേട്ടമെന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടുള്ള ആൾക്കാർ പറയും ഭക്ഷണം കഴിക്കുമ്പോൾ എവിടെ പറ്റരുതെന്ന്. പറയടോ, എവിടെ പറ്റരുതെന്ന്? ഇവിടെ പറ്റരുതെന്ന്. എന്നിട്ട് കണ്ടിട്ടുണ്ടാ കുഴച്ച് അടിക്കട നമ്മൾ പലരും. നമ്മൾ ഭക്ഷണം ഇങ്ങനെ അല്ലേ ഉരുള പിടിച്ചിട്ടാ പലരും കഴിക്കുക. ശാസ്ത്രം പറയുന്നത് ഇവിടുത്തെ വിയർപ്പിനെന്തോ വിഷാംശമുണ്ടെന്ന്, അതുകൊണ്ട് ഭക്ഷണം. സത്യത്തിൽ പഴയ ആൾക്കാരിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒന്നുകിൽ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വെള്ളം കുടിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കുടിക്കും, അതല്ലെങ്കിൽ ആ ഗ്ലാസ് എടുത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് കുടിക്കും. ഇങ്ങനെ എത്രയോ നല്ല കാര്യം. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് സുന്നത്ത് ജീവിതത്തിൽ നിലനിർത്താൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇടത് കൈ കൊണ്ടെടുത്ത് വലത് കൈയുടെ ഉള്ളിൽ വെച്ച് കുടിക്കുമ്പോൾ പ്രശ്നമില്ലല്ലോ, വേസ്റ്റ് പറ്റൂലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ നമ്മൾ ഇങ്ങനെ കുടിക്കുക. ഇതിനും കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇങ്ങനെ എടുത്ത് കുടിക്കേണ്ടത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളം കുടിക്കേണ്ടത് എപ്പോഴാ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണോ ശേഷമാണോ? എപ്പോഴാ അൻസാരി തന്നെ? ഭക്ഷണം എപ്പോഴാ? വെള്ളം എപ്പോഴാ കുടിക്കണ്ടേ? നമ്മളെപ്പോഴാ കുടിക്കണത്? തൊണ്ടയിൽ നിറങ്ങാൻ വേണ്ടി.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ അത്യാവശ്യ ഘട്ടം വന്നാൽ കുടിക്കണ്ട എന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്, നിസാരമായി കാണരുത്, നിസാരമായി നമ്മൾ കാണരുത്. ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് മരിക്കുന്ന കാലം വരെ ഞാൻ എന്റെ വലത് കൈകൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കൂ. അല്ലാഹു എനിക്ക് ആരോഗ്യം തരുന്ന കാലത്തോളം വലത് കൈകൊണ്ട് മാത്രമേ ഞാൻ വെള്ളം കൊടുക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്താണ്. അത് പ്രവാചക സ്നേഹത്തിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് പ്രവാചകന്റെ സുന്നത്തുകൾ മുറുകെ പിടിക്കുമല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മരിക്കുന്ന കാലം വരെ, ആരോഗ്യമുള്ള വീർഭയുള്ള കാലം വരെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കാൻ തീരുമാനിക്കുകയാണ്. ഇത് വലത് കൈകൊണ്ടേ ഞാൻ കുടിക്കൂ, വലത് കൈകൊണ്ടേ ഞാൻ കഴിക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇരുന്നു കൊണ്ടേ ഭക്ഷണം കഴിക്കൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ? എങ്ങനെ? കാല് നീട്ടി ഇരുന്നിട്ട് തിന്നണം. എങ്ങനെ തിന്നണം? അല്ലാഹു തരുന്ന നിഅമത്താ ഭക്ഷണം. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോ ഇവിടെ നിന്നല്ലേ ആഹാരം വെച്ചു കൊടുത്തത് അല്ലേ? ഞാൻ വരുന്നതിന് മുമ്പ് ചെമ്പ് കണക്കിന് ചോറ് വെച്ചു കൊടുത്തു. അന്ന് ആര് കൊടുത്താലും പടച്ചവനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ ചെങ്ങന്നൂര് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഒരു ആൽമരമുള്ളൊരു സ്ഥലം. ഒരു വണ്ടിക്കകത്ത് ഇങ്ങനെ സാധനം കൊണ്ടുവരുമ്പോൾ വണ്ടി നിർത്തുന്നതിന് മുമ്പ് പിടിച്ചിറക്കുക ആൾക്കാർ സാധനം. അതിൻ്റെ ഡ്രൈവർ എന്നെ പേടിച്ചിരിക്കണം കണ്ടു. അപ്പം ആരും ജാതി നോക്കിയില്ല, ജാതിയും ഇതൊന്നും അന്നില്ലായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു തരുന്ന റിസ്ക്, അത് അല്ലാഹു തരുന്ന നിഅമത്ത് നന്ദി രേഖപ്പെടുത്ത്. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭക്ഷണത്തിന് നിന്ദിക്കരുത്, ഭക്ഷണത്തിന് നിന്ദിക്കരുത്. എങ്ങനെയാണ് നിന്ദിക്കുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആയിഷ, അല്ലാഹു തന്ന നിഅമത്തിനെ നീ നിന്ദിക്കരുത്. എങ്ങനെയാ നിന്ദിക്കുന്നത്? താഴെ ഭക്ഷണം കിടന്നിട്ട് എടുക്കാതിരിക്കുക. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അല്പ താഴെ വീണുപോയി, ആ ഭക്ഷണം എടുത്ത് കഴിക്കാതെ അതിനെ നിസാരമാക്കൽ, അതിനെ നിന്ദിക്കുന്നത് പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തന്ന റിസ്ക്, അല്ലാഹു തന്ന നിഅമത്ത്, താഴെ വീണ ഭക്ഷണം അതിനെ നിസാരമാക്കുക, അത് എച്ചിലായി നമ്മൾ കാണും. മറ്റു ചിലരാകട്ടെ, അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഭക്ഷണം നിങ്ങളെ കാത്തിരിക്കരുത്, ഭക്ഷണം നിങ്ങളെ കാത്തിരിക്കരുത്. അല്ലാഹുവിന്റെ നിഅമത്താണ് ഭക്ഷണം. നിങ്ങൾ ഭക്ഷണത്തിനെ കാത്തിരിക്കണം. നേരത്തെ വിളമ്പി വെച്ച് ഭക്ഷണം ഈച്ചയടിച്ചിരിക്കുക നമ്മളെയും കാത്ത്, അതിനെ നിന്ദിക്കുന്നതിന് തുല്യമാ. അതിനെ നിന്ദിച്ചാൽ വലിയ നഷ്ടം നമുക്കുണ്ടാകും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഭക്ഷണം കഴിക്കുന്നതിനും ഒരു മര്യാദയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലുകൈയൊക്കെ നീട്ടിയൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഓരോ കോലങ്ങൾ, നടന്നു തിന്നുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ? ജുമൈക്ക് പറഞ്ഞതുപോലെ കല്യാണ വീടുകളിൽ പോയി കഴിയുമ്പോൾ നിരന്ന് വേണമെങ്കിൽ നമുക്കതിനകത്ത് പറയാം, ഉസ്താദെ എല്ലാ ഭക്ഷണം കൂടി എടുത്തു കൊടുത്തിട്ട് ബുദ്ധിമുട്ടല്ലേ, അവനവൻ ഇഷ്ടമുള്ളത് വിളമ്പിയെടുക്കട്ടെ. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? വിളമ്പാനൊരു ഇത്ര അവിടെ നിർത്തിയിരിക്കുന്നത്, നിനക്കിഷ്ടമുള്ളത് നീ വിളമ്പിയെടുക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ടും പരസ്യമായി നിന്ന് തിന്നുന്ന കാലം അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റിസ്ക് അത് അല്ലാഹു തരുന്ന നിഅമത്താണ്. അത് മര്യാദയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിക്കാൻ ഭക്ഷണമില്ലാത്തൊരവസ്ഥ വന്നു പോയാൽ നമ്മളിൽ പലർക്കും താങ്ങാൻ കഴിയില്ലല്ലോ, വിശപ്പ് സഹിക്കാൻ കഴിയാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കാണും. നിസ്സാരമായി കളയേണ്ട കാര്യമല്ല. വലത് കൈകൊണ്ട് ഭക്ഷണം കൊടുക്കൂ, വലത് കൈകൊണ്ട് വെള്ളം കൊടുക്കൂ. ഭക്ഷണത്തിന് ആദരിക്കൂ, ഭക്ഷണത്തിന് ബഹുമാനിക്കൂ. അല്ലാഹുവെ നിന്ദിക്കാതെ, നിസ്സാരമാക്കാതെ, അല്ലാഹു തന്ന ഒരു നിഅമത്താണെന്ന് കരുതിയിട്ട് ബഹുമാനത്തോടുകൂടി നീ കഴിച്ചാ അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുകയോ. അതിനെ നിസാരമായി കാണുന്നതിലൂടെ വലിയ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ, ഇന്ന് ഭക്ഷണം കഴിക്കല്ലേ, അതാ സ്കൂള് തുറന്നു കഴിഞ്ഞു, ഈ മക്കളെ രാവിലെ വിടണമല്ലോ, വലിയ ധൃതിയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
കൊടുക്കല്ലോ, നടന്ന് വെള്ളം കുടിക്കല്ലോ, മക്കളെ അത് പഠിപ്പിക്കല്ലോ. ഇടതുകൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന മക്കളെ ഉപദേശിക്കൂ. അത് നിസാരമായി കാണരുത്, അത് നിസാരമായി കാണരുത്. നമ്മക്കത് നിസാരമായി കാണുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയത്, സഹാബാ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ എന്റെ സമുദായത്തിനൊരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ആരെങ്കിലും എന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ ചെയ്ത അവൻ അല്ലാഹു 100 ശഹീദിന്റെ കൂലി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. അതാ ബിലാൽ തങ്ങളുടെ ചരിത്രം കേൾക്കുമ്പോൾ, ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കേൾക്കുമ്പോ പടച്ചവനെ രോമങ്ങൾ ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്, ശരീരമങ്ങ് കോരിത്തരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെയുള്ള 100 ശുഹദാക്കളുടെ പ്രതിഫലമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവന് പണച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമായി കാണുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്. വലത് കൈ കൊണ്ട് കുടിക്കട എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞു വാസിയോടുകൂടി ഇടത് കൈ കൊണ്ട് കുടിക്കുന്നവരുണ്ട്. മഹാനായ അദാന സലമത്ത് ഇബ്നുൽ അഖ്വാ റളിയല്ലാഹു തആല അൻഹു അന്ന റജുലൻ അകല ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിമാലിഹി ഫഖാല കുല്ലു ബിയമീനിക قال لا أستطيعون قال لا استطعت ما منعك إلا الكبر فقال فما رفعها إلى فيه. അതാ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നവനോട്, ഇടത് കൈകൊണ്ട് ചെയ്യുന്നവനോട് വലത് കൈകൊണ്ട് ചെയ്യടാ എന്ന് പറയുമ്പോ കളിയാക്കുന്നവരുണ്ടല്ലോ, നിഷേധിക്കുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ. നിന്ന് ഭക്ഷണം കഴിക്കുന്നവനോട് ഇരിക്കാൻ പറയുമ്പോ അവനെ കളിയാക്കുന്നവര് കേട്ടോ. മഹാനായ സലം ഇബ്നുൽ അസ്ഖർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഒരു സംഭവമാണ്. അവിടുന്ന് മഹാനവറുകൾ പറയുകയാ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വെച്ച് ഇടത് കൈ കൊണ്ട് അവിടുന്ന് ഭക്ഷിക്കുകയാ. ഒരു സംഭവം സഹാബി അവിടുന്ന് പറയുകയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വെച്ച് ഇടത് കൈ കൊണ്ട് ഒരാൾ ഭക്ഷിച്ചു, അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സമയത്ത് ആ മനുഷ്യനോട് പറയുകയാണ്, നീ വലത് കൈ കൊണ്ട് കഴിക്ക്, നീ വലത് കൈ കൊണ്ട് കഴിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ആ മനുഷ്യൻ അവിടെന്ന് പറയുകയാ, എനിക്കതിന് കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ആ മനുഷ്യനോട് പറഞ്ഞു, നീ നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കും മനുഷ്യ, വലത് കൈക്കൊരു കുഴപ്പവുമില്ല. അവൻ അഹങ്കാരത്തോട് പറയുകയാണ്, ഞാൻ അവിടെന്ന് കഴിക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അവൻ അതിനെ തടയാനുള്ള കാരണം മുത്തുനബി ഇടത് കൈ കൊണ്ട് കഴിക്കുന്നവനോട് പറഞ്ഞു, വലത് കൈ കൊണ്ട് ഭക്ഷിക്കൂ, വലത് കൈക്കൊരു കുഴപ്പവുമില്ല. അവൻ അഹങ്കാരം കൊണ്ടാണത് ചെയ്യാതിരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അതിന്റെ റാവി പറയുന്നു, പിന്നീട് ഒരിക്കലും അഹങ്കാരം കാരണമായി അവൻ അതിൽ നിന്ന് തുടരാതിരുന്നത്. പിന്നീട് ഒരിക്കലും അവനാ വലത് കൈ കൊണ്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അവനാ വലത് കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ ആ കൈ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് അതാ സ്വഹാബി അവിടെന്ന് പറഞ്ഞു തരികയാ. ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലത് കൈ കൊണ്ട് കഴിക്ക്, വലത് കൈ കൊണ്ട് കഴിക്ക്. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കഴിക്കൂല. വാശി, അഹങ്കാരം.
അഹങ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യനൊരു കുഴപ്പമില്ലായിരുന്നു. അവൻ അഹങ്കാരത്തോടു കൂടി പറഞ്ഞതാ. ചരിത്രം പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ നിനക്കൊരിക്കലും അത് കഴിയാതിരിക്കട്ടെ. ഇത്രയേ പറഞ്ഞുള്ളൂ. വലത് കൈകൊണ്ട് കഴിക്കാൻ ആരോഗ്യമുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും കഴിക്കാതെ അഹങ്കാരത്തോടെ കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞ മറുപടി, അതിന് ഒരിക്കലും നിനക്ക് കഴിയാതിരിക്കട്ടെ. മരിക്കുന്ന കാലം വരെ അവൻ്റെ കൈ ഉയർത്താൻ കഴിഞ്ഞില്ല എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. സഹീഹു മുസ്ലിം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല എൻ്റെ അതുകൊണ്ടാണ് പറയുന്നത്, ചില കാര്യങ്ങൾ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും പള്ളിക്കകത്തേക്ക് കയറിപ്പോകുകയാണ്. ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നു, ഒരാൾ കിടന്നുറങ്ങുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, അബൂബക്കറെ, ആ മനുഷ്യനെ പോയിട്ടൊന്ന് വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കാൻ പറ. ആ ഉറങ്ങുന്ന മനുഷ്യനെ പോയി വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കാൻ പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ തങ്ങൾ ചോദിച്ചു, നബിയെ, നിങ്ങൾ പോയി പറഞ്ഞാൽ അതല്ലേ നല്ലത്? നിങ്ങൾ പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലതല്ലേ? അപ്പം മുത്തുനബി പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞിട്ട് അവൻ ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തതിൻ്റെ ശിക്ഷ കൂടെ അവൻ അനുഭവിക്കേണ്ടി വരും. നീ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതുപോലെയാണ് എല്ലാവരോടും കയറി പറയണത് പോലെ ചില ആൾക്കാരോട് പറയരുത്. അത് സയ്യിദന്മാരാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും ഉസ്താദന്മാരാണെങ്കിലും അള്ളാഹു ആദരിച്ചവരാണെങ്കിലും എല്ലാവരോടും കയറി പറയണത് പോലെ ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആളും തരവും നോക്കാതൊരു വർത്തമാനം. ആളും തരവും നോക്കാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിലത് കയറി പറയും. അവരൊരു വാക്ക് പറഞ്ഞിട്ടങ്ങ് പോകും. അതാണ് അതിനർത്ഥം. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെത്രയോ അനുഭവങ്ങൾ നമുക്കറിയാം. എത്രയെത്രയോ അനുഭവങ്ങൾ നമുക്കറിയാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ പഠിക്കേണ്ടത് വലത് കൈകൊണ്ട് കഴിക്കുക എന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുകയും കുടിക്കുന്നതും വലത് കൈകൊണ്ടായിരിക്കണം. വലത് കൈകൊണ്ട് കഴിക്കുന്നവനും ഇടത് കൈകൊണ്ട് കുടിക്കുന്ന രംഗമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലതിനെ മുന്തിക്കൽ വളരെ ഗൗരവമായ രീതിയിലാണ് അവിടെ നിന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം അവന് പകർത്തേണ്ടതുമാണ്. അതിന് ചില ഉദാഹരണം അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇദൻ തഅല അഹദുകും ഫൽയബ്ദഉ ബിയമീനി വഇദാ നസഅ ഫൽയബ്ദഉ ബിശിമാൽ ലിതകുനിൽ യുംനാ അവ്വലുഹുമാ തുഅദാ അവ്വലുഹുമാ തുൻഅലു വആഖിറുഹുമാ തുൻസഉ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ എല്ലാവരും ചെരുപ്പ് ധരിക്കുന്നവരാണ്. ഞാനും നിങ്ങളും ചെരുപ്പ് ധരിക്കുന്നവരാണ്. പക്ഷേ ചെരുപ്പ് ധരിക്കുമ്പോൾ നമ്മൾ ഏത് കാലാണ് ആദ്യം ഇടുന്നത്? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ചെരുപ്പിടുമ്പോൾ ആദ്യം ഏത് കാലിലപ്പ ഇടുക? അല്ലാഹു അഅലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇറങ്ങി പോവാ, ഇടുക, പോവാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത് കാലിൽ ധരിക്കുക. ആദ്യം ചെരുപ്പിടേണ്ടത് ശ്രദ്ധിക്കണം. നിസ്സാരമായി അതെങ്ങനെ ഇറങ്ങി ഓടുമ്പോൾ ഉണ്ടോന്നാ നോക്കേണ്ടത്. ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ കിടപ്പുണ്ടോ എന്നിട്ടത്. ജുമാസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ഇട്ട ചെരുപ്പുണ്ടോ എന്ന് നോക്കണ കാലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത് കാലുകൊണ്ട് ധരിക്കുക. ഊരുമ്പോൾ ഇടത് കാല് വെച്ച് അഴിക്കാൻ തുടങ്ങുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇടുന്ന സമയത്ത് വലത് കാലും ഊരുമ്പോ ഇൽമു പഠിച്ചോ ഇന്ന് മുതൽ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, വലത് കാലുകൊണ്ട് നിങ്ങൾ ധരിക്കണേ. ഊരുമ്പോൾ ഇടത് കാലുകൊണ്ടാണ് അടിച്ചു തുടങ്ങേണ്ടത്. ആദ്യം ഇടേണ്ടതും ഊരുക, ആദ്യം ധരിക്കുന്നതും അവസാനം അഴിക്കുന്നതും വലുതാകട്ടെ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, വലതു ഭാഗമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ അവിടെന്ന് പറയുന്നു, നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാല് വെച്ച് തുടങ്ങണം. ഊരുമ്പോൾ ഇടതിനെ മുന്തിക്കണം.
ഇരിക്കണം. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു തയമ്മുന ഫീ തുഹൂരിഹി വതറജ്ജുലിഹി വതനഉലിഹി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുദ്ധീകരണത്തിലും മുടി ചീകുന്നതിലും ചെരുപ്പ് ധരിക്കുന്നതിലുമെല്ലാം വലതിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ശുദ്ധീകരണത്തിലും കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് എവിടെപ്പാ? കുളിക്കുമ്പോൾ എവിടെ വെള്ളം ഒഴിക്കണ്ടേ? ഷവർ തുറന്നു വിട്ടിട്ട് മൂളിപ്പാട്ടും പാടുന്ന നമ്മളോടാ പറയണത് വലതൊഴിക്കണമെന്ന്. ഷവർ അങ്ങോട്ട് ചെല്ലാ, പടച്ചവനെ ഊരി അങ്ങോട്ട് കളയുക, പാട്ട് പാടുക, മൂളിപ്പാട്ട് പാടുക, ഷവർ തുറക്കുക, ചാടുക, കുളിക്കുക, ഓടുക. വലതില്ല, ഇടതില്ല, കിഴക്കില്ല, പടിഞ്ഞാറില്ല, ഒന്നുമില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എൻ്റെ മുത്തുനബി ഉണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, അവിടെ നിന്ന് ശുദ്ധീകരണത്തിന്റെ മുടി ചീകേണ്ടത്, സുബ്ഹാനല്ലാഹ്, മുടി ചീകേണ്ടതും മുടി ചീകുന്നതിലും ചെരുപ്പ് ധരിക്കുന്നതിലുമെല്ലാം എൻ്റെ മുത്തുനബി വലതിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് സഹീഹുൽ ബുഖാരി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലാ മയാമിനി സുഫൂഫ്. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞതായി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ. സുബഹിക്ക് സലീം ഉസ്താദ് ഈ ഹദീസ് വായിച്ചു, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, നിശ്ചയം അല്ലാഹു സഫുകളിൽ വലതുഭാഗത്തുള്ളവരുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസ്കരിക്കുന്ന സമയത്ത് പോലും ഇമാമിന്റെ പുറകിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് വലതുഭാഗത്ത് നിൽക്കുന്നവരാണ്. നിസ്കരിക്കാൻ വേണ്ടി ഇമാമ് നിൽക്കുമ്പോൾ മുഅദ്ദിൻ മുതൽ വലതുഭാഗത്തേക്ക് അങ്ങറ്റം വരെ നിൽക്കുന്നവർക്ക് പ്രതിഫലം ഇങ്ങനെ 1, 2, 3, 4 അങ്ങറ്റം പോകും. ഏറ്റവും അവസാനം നിൽക്കുന്ന മനുഷ്യൻ കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രതിഫലം തുടങ്ങുന്നത് മുഅദ്ദിനിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്നത്. നൗഷാദ് അണ്ണനൊക്കെ അതുകൊണ്ട് വലതുഭാഗത്തേക്കാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടതാ, പള്ളിയുടെ ഒന്നാം ഇമാമിന്റെ തൊട്ടുപുറകിൽ ഒന്നാമത്തെ സഫിൽ നിൽക്കുമ്പോൾ വലത്തോട്ട് അങ്ങ് വരെ പോയിട്ട് തിരിച്ചു വരും, പിന്നെ ഇടത്തോട്ട് ഇങ്ങോട്ട് പോകും, അങ്ങേറ്റം പോയിട്ട് നേരെ പുറകിലത്തെ സഫിൽ വരും, അങ്ങോട്ട് പോകും, ഇങ്ങനെ പ്രതിഫലം. അപ്പം നിസ്കരിക്കുമ്പോൾ സഫിൽ നിൽക്കുമ്പോൾ പോലും വലതിനെ മുന്തിക്കുക. അള്ളാഹു അതിനെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു അവരുടെ മേൽ കരുണ ചൊരിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ മുതൽ ഇനി അങ്ങോട്ട് തിരക്ക് പറയാണ്ടതിരിക്കുക, അതുകൊണ്ട് പറയാത്ത ജുമായ്ക്കൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ എല്ലാം വലതുവശമായി പോകും, ഇടതുവശത്തേക്ക് ആളെ കിട്ടൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ആ പ്രതിഫലം ആരാ കൊണ്ടുപോണേ? പായിപ്പാട് പള്ളിയിൽ വലതുഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ കരുണയും മലക്കുകളുടെ ദുആയും വാങ്ങുന്നത് ആരാ? പറയടോ രുഷാണ്ട്, ആരാ? ബംഗാളികൾ. അള്ളാഹു പറയട്ടെ, കാരണം ആ ഏരിയ അവർക്കുള്ളതാ, അവരാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മുത്തുനബി അവിടെ നിന്ന് പറയുകയാണ്, അള്ളാഹു അനുഗ്രഹം ചൊരിയുന്നതാണ് അവരുടെ മേലെ, എന്നിട്ടോ മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ വലതുഭാഗത്ത് നിൽക്കുന്നവർക്ക് അള്ളാഹു കരുണ ചൊരിയുകയാണ്, റബ്ബിന്റെ റഹ്മത്ത് അവർക്ക് ലഭിക്കുകയാണ്. അതുമാത്രമല്ല, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പടച്ച റബ്ബിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഇവരുടെ
ഇവരുടെ പാപം പൊറുക്കണേ അല്ലാ, ഇവരുടെ നന്മ സ്വീകരിക്കണേ അല്ലാ. മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ, മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിസാരമാണ്, നമ്മൾ നിസാരമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ മദ്രസയിൽ പഠിച്ച കാര്യമല്ലേ, ഇതൊക്കെയാണോ വഅദ് പറയേണ്ടത്? സഹോദര, ഇതൊക്കെയാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. അല്ലാതെ ഒരുപാട് ചരിത്രങ്ങൾ വിളമ്പിയിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമല്ലേ പഠിക്കേണ്ടത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അൻബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറഅയ്ത മൽജഅക ഫതവല്ലഅ ഫവുദുഅക ലിസ്സലാത്ത് ثم اضطجع على شقيه الأيمن. ആനവറുകൾ നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഞാനും നിങ്ങളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, നമ്മൾ പരിഗണിക്കാത്ത ഒരു കാര്യമാണ്, ഓർക്കാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറയുകയാ, ബറായേ, രാത്രി കിടക്കുവാനായി വന്നാൽ നമസ്കാരത്തിന് wudu ചെയ്യുന്നത് പോലെ wudu ചെയ്യണേ. അല്ലാഹുവിന്റെ പ്രവാചകന് ബറാ ഇബ്നു ആസിബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയോട് മുത്തുനബി അവിടെന്ന് പറയുകയാ, രാത്രി കിടക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞ് ഒതുവെടുക്കണേ. ഏതുപോലെ എന്നറിയുമോ? നിസ്കരിക്കുന്നതിന് ഒതുവെടുക്കുന്നത് പോലെ, നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കുന്നത് പോലെ നീ അവിടെന്ന് ഒതുവെടുക്കണേ. നമ്മൾ നിസ്കരിക്കുമ്പോ വളരെ സൂക്ഷ്മതയോടുകൂടി ഒതുവെടുക്കും. ഉറങ്ങുന്ന സമയത്ത് ഒതുവെടുത്താൽ അലസതയാ വേണ്ട സഹോദരാ. ഒതുവെടുത്തിട്ട് വേണം കിടക്കാൻ. കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, മരണമാണ് ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ്, ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ്. മുത്തുനബി പറയുകയാ, ഒതുവെടുക്കണം, നിസ്കരിക്കുന്നതിന് ഒതുവെടുക്കുന്നത് പോലെ. എന്നിട്ട് വലതുഭാഗം ചേർന്ന് കിടക്കണേ, വലതുഭാഗം ചേർന്ന് കിടക്കണേ. എന്തിനാ ഒതുവെടുക്കാൻ പറഞ്ഞത്? നിസാരമല്ല സഹോദരാ, മരിക്കാൻ കിടക്കുകയാ, മരിക്കാൻ കിടക്കുകയാ. പടച്ചവനെ, ഒതുവെടുത്ത് കിടന്ന വലിയ പ്രതിഫലമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന് ഒതുവെടുത്തിട്ട് കിടന്നാൽ ഉണരുന്നത് വരെ ഇബാദത്തിന്റെ കൂലിയാ. ഒരാള് കിടന്നുറങ്ങുകയാണ്, ഒതുവെടുത്തിട്ട് പടച്ചവനെ ദിക്റും ദുആയും ചെയ്തിട്ടാണോ കിടക്കുന്നത്? തലയുടെ ഭാഗത്തു നിന്ന് മലക്ക് ദുആ ചെയ്യുകയാ, അല്ലാ, ഇവന്റെ പാപം, അല്ലാ, ഇവന്റെ പാപം പൊറുക്കണേ അല്ലാ. പടച്ചവനെ, ഇവന് ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഉറങ്ങുമ്പോ മലക്ക് ദുആ ചെയ്യുകയാ, ഏതുവരെ? നീ ഉണരുന്നത് വരെ, നീ ഉണരുന്നത് വരെ. അയ്യാ, കിടപ്പിലെങ്ങാണം കിടന്ന് മരിച്ചു പോയാൽ, ഇന്ന് ക്ലാസ് കടിഞ്ഞ് ദുആ കടിഞ്ഞ് വീട്ടിൽ പോയി ഉളുവെടുത്തു, എന്നിട്ട് നീ കിടന്നുറങ്ങുമ്പോ ഇന്ന് രാത്രി എങ്ങാണം മരിച്ചു പോയാ നിനക്ക് കിട്ടുന്ന പ്രതിഫലമെന്തോ? അവസാനമായി ഇബാദത്ത് ചെയ്യുന്നവനായ രീതിയിൽ പഠിച്ചവനെ, ഒന്നുകൂടി കൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒരു മനുഷ്യന് ഒതുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ, ഒതുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ റൂഹ് പിടിക്കുമ്പോൾ ആര് വരുമെന്നറിയോ?
ആദൻ നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങൾ, അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹിയുമായി ഭൂമിയിലേക്ക് 7 ആകാശം കടന്നു വരുന്ന മലക്കുണ്ടല്ലോ, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. വഹിയുമായിട്ടല്ല, പ്രവാചകന്മാരുടെ ചാരത്തല്ല. പിന്നെ ആരുടെ ചാരത്തെന്നറിയോ? ഒന്നുവോടുകൂടി മരിക്കുന്ന മനുഷ്യനെ കാണാൻ പടച്ചവനെ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് വരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒളുവെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകും. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ടാ പറഞ്ഞത് ഒളുവെടുത്തിട്ട് വേണം കിടക്കാൻ. 2, എങ്ങോട്ട് കിടക്കണം? ഇന്ന് വരെ കടന്നിട്ടുണ്ടോ എന്ന് ആലോചിക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെയും വലതുഭാഗം ചേർന്ന് കിടക്കണം. ഇതൊന്നും ആരും നമ്മൾ നോക്കാറില്ല. പോയി വെട്ടിയിട്ടതുപോലെ വീഴണം. നമുക്കെന്ത് വലത് എന്തിടത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ മഹാനായ ബർറാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അയ്യനാമ വളഅ യദഹു ഹത്താ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെന്ന് പറയുകയാണ്, ഇദാ അറാദ അയ്യനാമ വളഅ യദഹു തഹത ഹദ്ദിഹി അൽ ഐമനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ അവിടെന്ന് കിടക്കുമ്പോൾ അവിടെന്ന് വലത് കൈ തന്റെ വലത് കവളിന്റെ താഴെ വെക്കുമായിരുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ വലത് കൈ തന്റെ വലത് കവളിന്റെ താഴെ വെച്ചിട്ടാ കിടന്നുറങ്ങാം. നമ്മളോ? അപ്പൊ എങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവുപ്പാ? ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും. അതോ ഇങ്ങനെ ആകട്ടെ. ശരിയാ, നമ്മളൊക്കെ കിടക്കുമ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ കൈ ഇങ്ങനെ വെച്ചാലേ ഉറക്കം വരത്തുള്ളൂ. കൈയുടെ മുകളിൽ തല വെച്ചുറങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് വലതുഭാഗം ചേർന്ന് കിടക്കും. തൻ്റെ വലത് കൈ തൻ്റെ വലത് കവളിൻ്റെ താഴെ എന്നിങ്ങനെ വെച്ചിട്ട് കിടന്നിട്ടുണ്ടാകുമായിരിക്കാം. എന്തെങ്കിലും ആകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ഉറങ്ങണ സമയത്ത് പോലും മുത്തുനബി തൻ്റെ വലത് കൈയെ മുന്തിച്ചു. അതാ അന്നുമ്മു അതിയ്യ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹുന്ന ഫീ ഗുസ്ലി ഇബ്നതിഹി ഇബ്തഅന ബിമയാമിനിഹാ വമവാളിഇൽ വുളൂഇ മിൻഹാ. ഉമ്മു അതിയ്യ നിവേദനം ചെയ്യുന്ന ഹദീസ് മഹദി പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് അവരോട് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന അവസരത്തിൽ ഉമ്മു അതിയ്യ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അവരുടെ വലതുഭാഗവും വുളൂഇന്റെ സ്ഥലങ്ങളും കൊണ്ട് നിങ്ങൾ ആരംഭിക്കുക എന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പോൾ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ഏത് ഭാഗത്തുനിന്നാണ്? മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എവിടെ നിന്നാണ് മനസ്സിലാക്കുക? വലതുഭാഗം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലതുഭാഗവും വുളൂഇന്റെ സ്ഥലങ്ങളും ദാ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടോ? കുളിപ്പിച്ചിട്ടുണ്ടോ? പണ്ടങ്ങാണ്ട് ഞാൻ വഴുത് പറഞ്ഞ മയ്യത്ത് കുളി ഒന്ന് പഠിപ്പിക്കണമെന്ന്. വർഷം 1 ആയി. മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മെമ്പറെ ആ ഫാൻ ഓഫാക്കിക്കോ, ഇനി ഇടണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, മയ്യത്ത് കുളിപ്പിക്കാൻ പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് വെക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. വൈസ് പ്രസിഡന്റ് ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, ഒരു മയ്യത്ത് കുളി നമുക്ക് പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരെങ്കിലൊക്കെ കുളിപ്പിക്കുമ്പോൾ കൂടെ കയറി നിൽക്കാനേ ധൈര്യമുള്ളൂ. ആരെങ്കിലൊക്കെ അറിയുന്നവർ കുളിപ്പിക്കാൻ കയറുമ്പോൾ കൂടെ കയറി നിൽക്കാം. പഠിച്ചോനെ, ഞാനൊരിടത്ത് സ്ഥലം പറയണില്ല, മയ്യത്ത് കുളിപ്പിക്കും. ഞാൻ അങ്ങനെ കയറാറൊന്നുമില്ല. മയ്യത്ത് കുളി എൻ്റെ ജീവിതത്തിൽ ഞാൻ
ആകെ 2 പേരുടെ മയ്യത്ത് മാത്രമേ കുളിപ്പിക്കാൻ കയറിയിട്ടുള്ളൂ. ഒരിക്കലും ഇങ്ങനെ മയ്യത്ത് കുളിപ്പിക്കാൻ കയറിയപ്പോൾ എല്ലാവരും കൂടെ കഥ അടച്ചിട്ട് നിൽക്കുക. എങ്ങനെ തുടങ്ങണമെന്ന് പോലും അറിയില്ല. എവിടെന്നാ വെള്ളം ഒഴിക്കേണ്ടത്, എങ്ങനെ തുടങ്ങണം. ഒരാൾ പറയണം വെള്ളം കോരി ഒഴിച്ചോളാം, സാധാരണ കുളിക്കണം, ഇങ്ങനെയൊക്കെ പറയുക. പഠിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉതിയ ബിലബനിൻ ഖദ് ശീബ ബിമാഇൻ വഅൻ യമീനിഹി അഅറാബിയുൻ വഅൻ ശിമാലിഹി അബൂബക്കറിൻ ഫശരിബ സുമ്മ അഅതൽ അഅറാബി വകാല അയ്മനുൽ അയ്മന. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ പാല് കൊണ്ടുവരപ്പെട്ടു. അവിടുന്ന് ആ പാനീയത്തിൽ നിന്ന് കുടിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ നബിയുടെ വലതുഭാഗത്ത് ഒരു ഗ്രാമീണനും ഇടതുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് പറ എന്താ കൊച്ചാപ്പാടെ പേരല്ല പറഞ്ഞത്, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിൽ കുറച്ച് പാല് കൊണ്ടുവന്ന് കൊടുത്തു. ഒരാൾ കുറച്ച് പാല് കൊണ്ടുവന്ന് കൊടുത്തു. റസൂലുള്ളാഹി തങ്ങളത് കുടിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചു. വലതുഭാഗത്ത് ആരിയ്ക്കുന്നു? ഒരു ഗ്രാമീണനായ മനുഷ്യൻ. ഒരു ഗ്രാമീണനായ മനുഷ്യന് പ്രവാചകന്റെ വലതുഭാഗത്ത്, ഇടതുഭാഗത്ത് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അപ്പൊ അതിന് ശ്രേഷ്ഠത ആർക്കാ? അബൂബക്കർ തങ്ങൾക്കാ. നിങ്ങൾ മനസ്സിലാക്കണം, മുത്തുനബിയുടെ റൗളയ്ക്കകത്ത് കിടക്കുന്ന സ്വഹാബി, 61 വർഷത്തെ കൂട്ടുകാരൻ. അപ്പൊ അവിടുന്ന് പറയുന്ന സഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അത് കുടിച്ച ശേഷം ആർക്കാ കൊടുത്തത്? ആർക്കാ കൊടുക്കേണ്ടത്? പറയടോ. ഏറ്റവും അടുത്ത സ്വഹാബികളിൽ ഏറ്റവും പ്രമുഖനായ, ലോകത്തുള്ള സർവരുടെയും ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചാൽ അബൂബക്കറിന്റെ ഈമാൻ ജയിക്കുമെന്ന് പറഞ്ഞ അബൂബക്കർ തങ്ങൾ ഇടതുഭാഗത്ത്, വലതുഭാഗത്ത് ഒരു ഗ്രാമീണനായ ഒരു സാധാരണ മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഗ്രാമീണനെ കൊടുത്തു എന്ന് അവിടുന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ട് വലതിനെ മുന്തിക്കാൻ? എന്തുകൊണ്ട് വലതിനെ മുന്തിക്കാൻ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുക്കാതെ തൻ്റെ വലതുഭാഗത്തിരുന്ന ഗ്രാമീണനാണ് അവിടെ നിന്ന് കുടിക്കാൻ കൊടുത്തത്. വലതിനെ പ്രവാചകൻ എങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇതൊക്കെ വെറുതെയല്ല, അള്ളാന്റെ റസൂല് കാണിച്ചു തന്ന കാര്യമാണ്. അതിനാണ് സുന്നത്തെന്ന് പറയുന്നത്. അതനുസരിക്കണമെന്നാണ് മുത്തുനബി ഇവിടെ നിന്ന് പറയുന്നത്. സഹീഹുൽ ബുഖാരിയിൽ കാണാം ഈ പറഞ്ഞ സംഭവം. എൻ്റെ പ്രിയപ്പെട്ടവര്, സഹ്ൽ ബിൻ സഅദ് സായിദി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉതിയ ബിശറാബിൻ ഫശരിബ മിൻഹു വഅൻ യമീനിഹി ഗുലാം വഅൻ യസാരിഹി അസിയാ ഫഖാല ലിഗുനാം അതഉദുനീനി അൻ ഉതിയ ഹൗലാ فقال الغلام لا والله يا رسول الله لا أسر بنصيبه منك أحدا فقال فتله رسول الله صلى الله عليه وسلم في يده. മനോഹരമായ ഒരു ചരിത്രമാണ് റസൂലുള്ളാഹിയുടെ മനോഹരമായ ഒരു ചരിത്രം ഇന്ന് പഠിക്കാനുള്ളതാണ്. മഹാനായ സഹ്ൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തടുക്കലു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അല്പം പാനീയം കൊണ്ടുവന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുടിക്കുന്നതിന് വേണ്ടി അല്പം പാനീയം കൊണ്ടുവന്നു. അവിടെ അതിൽ നിന്ന് കുടിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കുടിക്കുകയാ. റസൂലുള്ളാഹിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. മുത്തുനബി കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സഹാബത്തിന് കൊടുക്കും. പ്രവാചകൻ അങ്ങനാണ് ബർക്കത്തിന് കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഉസ്താദന്മാരും സയ്യിദന്മാരും കഴിച്ചത് കഴിക്കാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദന്മാരും സയ്യിദന്മാരും തങ്ങന്മാരൊക്കെ തിരുത്താപ്പ വാരി തിരുത്താ. നാസറണ്ണ എന്നെ കാണുമ്പോൾ ചോദിക്കും, ഉസ്താദ് ഇത്തിരി ചോറ് വാരിത്താ ഉസ്താദ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദന്മാർ അവർ കഴിച്ച പാത്രത്തിൽ നിന്ന് കഴിക്കാനും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിക്കാനും ബർക്കത്ത് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കൊണ്ടുവന്നു. റസൂലുള്ളാഹി തങ്ങൾ കുടിച്ചു.
ആ കുടിച്ചതിന് ശേഷം നബിയുടെ വലതുഭാഗത്ത് ഒരു കുട്ടിയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇടതുവശത്തും. നിങ്ങൾ ചിന്തിക്കണം, ഉടൻ ഹദീസ് പറയാ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലതുഭാഗത്തിരിക്കുന്നത് ഒരു കുട്ടിയാണ്, ഇടതുവശത്ത് ഏതാനും വൃദ്ധന്മാരും ഉണ്ടായിരുന്നു. ആ വലതുഭാഗത്തിരുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ചരിത്രം പറയുകയാണ്, ഒരു കുട്ടി വലതുഭാഗത്ത്, ഇടതുഭാഗത്ത് നല്ല പ്രായമുള്ള സ്വഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിയാണ് വലതുഭാഗത്തിരിക്കുന്നത്, ഇടതുഭാഗത്തിരിക്കുന്നത് പ്രായമുള്ളവർ പരിഗണിക്കണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കുട്ടിയോട് ചോദിച്ചു, മോനെ, ഈ വൃദ്ധന്മാർക്ക് ഞാൻ കൊടുക്കട്ടെ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഇതാ നമ്മുടെ മുത്ത് നബി, പഠിക്കണം, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വലതുഭാഗത്തിരിക്കുന്ന ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയോട് ചോദിച്ചു, മോനെ, ഞാൻ ഈ വൃദ്ധന്മാർക്ക്, ഈ പ്രായമുള്ളവർക്ക് ഞാൻ നൽകാം, നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ, നീ സമ്മതം തരികയാണെങ്കിൽ, നിനക്ക് അവകാശപ്പെട്ടതാ ഇത്, നീ സമ്മതം നൽകിയാൽ ഇടതുഭാഗത്തിരിക്കുന്ന നിന്നെക്കാളും പ്രായമുള്ളവർക്ക് ഞാൻ കൊടുക്കാം, നീ എന്നെ അനുവദിക്കുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ആ ചെറിയ കുട്ടി പറഞ്ഞു, ഇല്ല പ്രവാചകരെ, ഞാനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. അങ്ങയിൽ നിന്ന് എനിക്ക് ലഭിക്കാനുള്ള ഓഹരി ഞാൻ ആർക്കും ഒരാൾക്കും ഞാൻ മുൻഗണന നൽകൂല. അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള ഓഹരിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുകയാണ്, അള്ളാന്റെ റസൂലേ, അങ്ങയിൽ നിന്ന് എനിക്ക് ലഭിക്കാനുള്ള ഓഹരിയിൽ ഞാൻ ആർക്കും മുൻഗണന നൽകുകയില്ല. അല്ലാഹുവേ അവിടെ നിന്ന് പറയുകയാണ്, ഫഖാല ലിൽ ഗുലാം ലാ വല്ലാഹി യാ റസൂലല്ലാഹ്. മുത്തുനബി കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ, അള്ളാന്റെ റസൂൽ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ, അത് ഭാഗ്യമാ സഹോദരാ, അതല്ല എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഭാഗ്യമല്ലല്ലോ. ഇതായിരുന്നു മുത്തുനബി. അബൂബക്കർ തങ്ങൾ ഇരുന്നപ്പോ ഒരു പാവപ്പെട്ടവനായ, ഒരു അറാബിയായ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ, അബൂബക്കറിന് അല്ലാഹുവിന്റെ മുന്നിൽ സ്ഥാനമുണ്ട്. അബൂബക്കറാണ് അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സ്വദ്ദഖനി അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കറാണ്. നാളെ സ്വർഗ്ഗത്തിൽ ആദ്യം കിടക്കുന്നത് അബൂബക്കറാണ്. അബൂബക്കർ ആരെന്നറിയുമോ? ഉമർ ആരെന്നറിയുമോ? ഇന്ന് മദീനത്ത് പോകുമ്പോ കാണാമല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയ്ക്കകത്ത് കിടക്കുന്നത്. ഒരു ദിവസം രണ്ടുപേരുടെയും ചുമലിൽ ഇങ്ങനെ കൈവച്ച് നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കറിന്റെയും ഉമറിന്റെയും ചുമലിൽ കൈവച്ച് നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നമ്മൾ സ്വർഗ്ഗത്തിലും ഇതുപോലെയാ സഹാബ. അബൂബക്കർ, ഉമർ, നമ്മുടെ സ്വർഗ്ഗത്തിലും ഇതുപോലെയാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അബൂബക്കർ തങ്ങൾക്ക് കൊടുക്കാതെ പടച്ചവനെ തന്റെ വലതുഭാഗത്തിരുന്ന ഗ്രാമീണനായ മനുഷ്യർ അവിടെ നിന്ന് പാല് കൊടുത്ത് വലതിനെ മുന്തിക്കുകയാണ്. മറ്റൊരു ഹദീസ് പറയുകയാ, ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ചെറിയ മകനാണ് മുത്തുനബിയുടെ വലതുഭാഗത്തിരിക്കുന്നത്, ഇടതുഭാഗത്തിരിക്കുന്നത് പ്രായമുള്ള സ്വഹാബികൾ, വൃദ്ധന്മാരായ സ്വഹാബികൾ. റസൂലുള്ള ചോദിക്കുന്നു, മോനെ, ഇത് നിനക്ക് അർഹതപ്പെട്ടതാണ്, നീ അനുവാദം തന്ന ഈ വൃദ്ധന്മാർക്ക് കൊടുക്കാനാണ്. ആ സമയത്ത് പറയുന്നു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ലാ ഊരിസു ബിനസീബി മിൻക അഹദാ. എന്റെ ഓഹരി ഞാൻ ആർക്കും കൊടുക്കില്ല നബിയേ. റസൂലുള്ളാഹി എന്തു ചെയ്തെന്നറിയുമോ? ഫഖാല ഫതല്ലഹു റസൂലുള്ളാഹി ഫീ ബിയദി. ആ പൊന്നുമകന്റെ കയ്യിൽ കൊടുത്തു, മോനെ, നിനക്കിത് അർഹതപ്പെട്ടതാ. റസൂലുള്ളാഹി അബ്ബാസ് തങ്ങളുടെ കയ്യിലാ കൊടുത്തത്. എന്തിനെന്നറിയോ? വലതിനെ മുന്തിക്കുന്നതിന് വേണ്ടി, നിസാരമായി കഥ കേൾക്കാൻ പറഞ്ഞതല്ല. എന്തിനാണ് ഇത്രയും ഹദീസ് പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ സുന്നത്ത് മനസ്സിലാകാനാണ്. മുത്തുനബി ഏത് സമയത്തും അവിടെ നിന്ന് വലതിനെ മുന്തിച്ചിരുന്നു. ഒരു ഹദീസ് കൂടെ, നബി
ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലബിസ്തും ഫഇദാ തവല്ലഅതും ഫബ്ദഊ ബിഐമാനികും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോഴും വുളൂ ചെയ്യുമ്പോഴും വലതുഭാഗത്ത് നിന്ന് ആരംഭിക്കണേ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോ നിങ്ങൾ വുളുവെടുക്കുമ്പോൾ വലതിനെ മുന്തിക്കണേ. വസ്ത്രം ധരിക്കുമ്പോഴാകട്ടെ, അതാ വുളുവെടുക്കുന്ന സമയത്താകട്ടെ, അവിടുന്ന് വലതിനെ മുന്തിക്കണമെന്ന് പ്രവാചകൻ അവിടുന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് കുന്ന ഇദാ അസ്വാബത് ഇഹ്ദാനാ ജനാബത്തുൻ അഖദതു ബിയദിഹാ സലാസ ഫൗക റഅസിഹാ സുമ്മ തഅഖുദു ബിയദിഹാ അലാ സിക്കൽ ഐമനി. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ഞങ്ങൾ ജനാബത്തുണ്ടായാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ആയിഷ ബീവി പറയുകയാണ്, അവിടുന്ന് ജനാബത്തുണ്ടായാൽ വലിയ അശുദ്ധിക്കാരിയായാൽ 2 കൈകൊണ്ടും വെള്ളം കോരിയെടുത്ത് 3 പ്രാവശ്യം തലയിൽ ഒഴുക്കും ശേഷം വെള്ളമെടുത്ത് അവരുടെ വലതുഭാഗത്തൊടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വലിയ അശുദ്ധിക്കാരിയാകുമ്പോൾ അവിടെ ജനാബത്തിന്റെ കുളി 2 കൈകൊണ്ട് വെള്ളം കോരിയെടുത്ത് 3 പ്രാവശ്യം തലയിലൊഴിക്കും. വെള്ളം കോരി തലയിൽ ഇങ്ങനെ 3 പ്രാവശ്യം ഒഴുക്കിയതിന് ശേഷം വെള്ളമെടുത്ത് അവരുടെ വലത് ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴുക്കുമെന്ന് സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വലതിനെ മുന്തിക്കൽ വലിയ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണെന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ ഹദീസ് കൂടെ ഇരിക്കല്ലേ ഇൻഷാ അല്ലാഹ്. 11 മണി വരെ സമയമുണ്ട് ഇൻഷാ അല്ലാഹ്. നീ ക്ലാസ് പഠിക്ക്, നന്മ പഠിക്ക്, സുന്നത്ത് പഠിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു اللهم صل على محمد. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു പ്രവൃത്തിയിലും വലതിനെ മുന്തിക്കാൻ അതൊരു പുണ്യകരമാണെന്നാണ് മുത്തുനബി പറഞ്ഞത്. അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. എന്നിട്ട് അതിന് പ്രവാചകൻ പറയുന്നു, അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹു ഖാലത്ത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅജിബുഹു തയമ്മുനി ഫി തഅനായി വതറജ്ജുലി വതുഹൂരി ഫി ശഅനി കുല്ലിഹി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചെരുപ്പ് ധരിക്കുന്നതിലും മുടി ചീകുന്നതിലും ശുദ്ധീകരണത്തിലും തന്റെ മുഴുവൻ കാര്യങ്ങളും വലതിനെയാണ് അവിടുന്ന് മുന്തിച്ചിരുന്നത്. പ്രവാചകൻ ഇഷ്ടപ്പെട്ടതും അത് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ വലതിനെ മുന്തിക്കണേ. ആ വലതിനെ മുന്തിക്കുന്നതിലൂടെ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയാണ്. ഇതിന് വിപരീതമായി ചെയ്യുമ്പോ ആ വലതിനെ മുന്തിക്കണമെന്ന് പ്രവാചകൻ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടു. അതിനനുസരിക്കാതെ ഇടത് പ്രവർത്തിക്കുന്നവർ, അതിനെതിരെ പ്രവർത്തിക്കുന്നവർ, അല്ലാഹുവേ വളരെ പ്രയാസമാണ്. അങ്ങനെ പല കാര്യങ്ങളും പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കയ്യിൽ നഖം വെട്ടുമ്പോൾ വലത് കൈയിനെയും കാലിൽ നഖം വെട്ടുമ്പോൾ വലത് കാലിനെയും മുന്തിക്കാവുന്നതാ. നഖം മുറിക്കുന്ന സമയത്താണെങ്കിലും ഓരോ കാര്യത്തിൽ വലതിനെ മുന്തിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മുഫസ്സിരീങ്ങളൊക്കെ അവിടെ നിന്ന് പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.